കാത്തിരിപ്പിനൊടുവിൽ ഭയം ഭക്തി ബഹുമാനം അങ്ങനെ തിയേറ്റർ റിലീസായിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ഷോ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലടക്കം ചിത്രത്തിന്റെ ആദ്യ ഷോ ആരംഭിച്ചിരിക്കുന്നത് രാവിലെ 8 മണിയോടുകൂടി തന്നെയാണ്. തിയേറ്ററുകളിൽ ആഘോഷ രാവിന്റെ അന്തരീക്ഷം ഒരുക്കിക്കൊണ്ടാണ് ആരാധകർ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടനും ദിലീപേട്ടനും ഒന്നിക്കുന്ന ചിത്രമായതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ആരാധകർ ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരുന്നത്. 2 മണിക്കൂറും 32 മിനിറ്റുമുള്ള ഈ ഒരു സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ എപ്പോൾ വരുമെന്ന് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ആദ്യ ഷോ തുടങ്ങിയിരിക്കുന്നത് രാവിലെ 8 മണിയോടുകൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ കൃത്യമായ റിവ്യൂകൾ, ആദ്യ റിപ്പോർട്ടുകൾ വരാൻ പോകുന്നത് രാവിലെ 11 മണിയോടുകൂടി തന്നെ ചിത്രത്തിന്റെ ആദ്യ ഷോയുടെ റിപ്പോർട്ടുകൾ മുഴുവനായി പുറത്തു വരും. ഒരു കംപ്ലീറ്റ് പാക്ഡ് എന്റർടൈനർ ചിത്രമായിട്ട് തന്നെയാണ് ഭയം ഭക്തി ബഹുമാനം ഒരുക്കിയിരിക്കുന്നത്. സിനിമാ ലോജിക്ക് വെച്ച് ആരും ചിത്രം കാണാൻ വേണ്ടി തിയേറ്ററുകളിൽ എത്തുന്നവർക്ക് സിനിമ ഒരു നിരാശ തന്നെയായിരിക്കുമെന്ന് നേരത്തെ തന്നെ അണിയറ പ്രവർത്തകർ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചിത്രമായിട്ട് തന്നെയാണ് ഭയം ഭക്തി ബഹുമാനം അണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. ദിലീപിന്റെ വൻപൻ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന ഈ ഒരു ചിത്രത്തിൽ ലാലേട്ടൻ ഏകദേശം 21 മിനിറ്റോളം ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യ ദിവസം തന്നെ അല്ലെങ്കിൽ ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ ഹെവി പോസിറ്റീവ് റെസ്പോൺസ് ചിത്രത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ ചിത്രം ബോക്സ് ഓഫീസിൽ കത്തിപ്പടരുമെന്ന കാഴ്ച ഉറപ്പ് തന്നെയാണ്. അത് നമ്മൾ ചിത്രത്തിന്റെ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ, അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്. 5,25 ലക്ഷത്തിനടുത്താണ് ചിത്രത്തിന്റെ ആഗോള പ്രീസെയിൽ വന്നത്. 4.5 കോടിക്കടുത്ത് ചിത്രത്തിന്റെ കേരള പ്രീസെയിൽ വന്നു. ഇതിൽ മുകളിൽ പോകേണ്ടതായിരുന്നു. GCC കൺട്രീസിൽ ചിത്രത്തിന്റെ ഷോകൾ ക്യാൻസൽ ആയതുകൊണ്ടാണ് ചിത്രത്തിന്റെ ആഗോള കളക്ഷനിൽ ഇടിവ് വരാൻ കാരണം. എന്തായാലും ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.